നമസ്കാരം, കിച്ചൂസ് കുമാർ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫൈനൽ കട്ട് പ്രോയുടെ ടൈം ലൈനിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ഫൈനൽ കട്ട് പ്രോയുടെ ലൈബ്രറി പാനലിനെ കുറിച്ചും ഒരു ബിഗിനർ ട്യൂട്ടോറിയൽ കളർ കറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതുവരെയും കാണാത്തവർ അതെല്ലാം കാണുക. അതെല്ലാം കണ്ടതിന് ശേഷം ഈ പുതിയ ട്യൂട്ടോറിയലിലേക്ക് വരിക. ഞാൻ ആ പഴയ നമ്മുടെ ട്യൂട്ടോറിയലിൻ്റെ ലിങ്കുകളൊക്കെ ഈ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി നമ്മുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫൈനൽ കട്ട് പ്രോയുടെ ടൈം ലൈനിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫൈനൽ കട്ട് പ്രോയുടെ പ്രോജക്റ്റ് പാനലിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം ടൈം ലൈനിനെ കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് വരിക. ആ വീഡിയോയുടെ ലിങ്ക് ഈ ഐ ബട്ടണിൽ വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അതിനുശേഷം ഈ ക്ലാസ്സിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, FCPയെ മറ്റു സോഫ്റ്റ്വെയറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ടൈം ലൈനാണ്. മാഗ്നറ്റിക് ടൈം ലൈൻ എന്തെന്ന് വെച്ചാൽ, ടൈം ലൈനിൽ നമ്മൾ ക്ലിപ്പുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ് ടൈപ്പാണ് ബിഹേവിയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കാണാം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 3 ക്ലിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഞാനിപ്പോൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ കണ്ടോ, തൊട്ടടുത്ത ക്ലിപ്പ് ഓട്ടോമാറ്റിക്കലി അതിന് തൊട്ട് മുമ്പുള്ള ക്ലിപ്പിലേക്ക് വന്ന് ജോയിൻ്റ് ആവുകയാണ്. ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. നമുക്കിനി ഈ ടൈം ലൈനിൻ്റെ ബാക്കി ഫീച്ചേഴ്സിലേക്ക് പോവാം. ലൈബ്രറി പാനലിൽ നിന്ന് നമ്മൾ ഇന്നും ഔട്ടും കൊടുത്തിട്ട് ക്ലിപ്പുകൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് ടൈം ലൈനിലേക്ക് ഇറക്കാൻ കഴിയും. അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബേസിക് ട്യൂട്ടോറിയലിലും മറ്റ് ക്ലാസ്സുകളിലൊക്കെ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ടൈം ലൈനിനെ സ്പെസിഫിക് ആയിട്ട് ടൈം ലൈനിനെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ടൈം ലൈനിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. മാഗ്നറ്റിക് ടൈം ലൈൻ അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിൻ്റെ ബിഹേവിയറാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ടൈം ലൈനിലെ ബാക്കി ഫീച്ചേഴ്സുകളും അതിൻ്റെ കീ ബട്ടൺസ് ഒക്കെ നോക്കാം. ടൈം ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഇൻഡെക്സ് എന്ന് കാണാം. ഇൻഡെക്സ് നമുക്ക് കുറച്ച് ക്ലിപ്പുകൾ വന്നതിന് ശേഷം മാത്രമേ ഇൻഡെക്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ബട്ടൺസുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് ഓരോ ബട്ടൺസിനും FCPയെ സംബന്ധിച്ച് അതിൻ്റെ ഹെൽപ്പ് ടെക്സ്റ്റ് ആക്ടിവേഷൻ ആയിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ആ ബട്ടൺസിൻ്റെ ഉയരെ കൊണ്ട് വെക്കുവാണെങ്കിൽ ഹെൽപ്പ് ടെക്സ്റ്റ് അത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ കാണിക്കുന്നു, കണക്ട് ദ സെലക്ടഡ് ക്ലിപ്പ് ടു പ്രൈമറി സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവച്ച് അറേഞ്ച് ചെയ്യാൻ പോകുന്ന എഡിറ്റ് ചെയ്യാൻ പോകുന്ന ക്ലിപ്പ് ആ സ്റ്റോറി ലൈനിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ബട്ടണുകളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നോർമലി നമുക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് വഴി ഇറക്കാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ഇറക്കാം. ഇപ്പോൾ ഞാനിവിടെ ഐയും ഓയും കൊടുത്ത് ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ക്ലിപ്പുകൾ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഐയും ഓയും കൂടി ഈ ക്ലിപ്പിൻ്റെ ഈ ഇത്ര പോർഷൻ മാത്രമേ ഇൻസർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് നോർമലി ഇവിടെ എഡിറ്റിൽ പോയിട്ട് ഇൻസർട്ട് കണ്ടോ, ഇതിൻ്റെ എല്ലാം ഞാൻ കഴിഞ്ഞ നമ്മുടെ പ്രൈമറി ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ടുകൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ടാവും. നമുക്ക് അപ്പോൾ അവിടെ നിന്ന് നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻസർട്ടിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ടോ, W ആണ്. നമ്മൾ ഇപ്പോൾ ഈ ക്ലിപ്പ് ഞാനിങ്ങനെ ഇന്നോട്ടും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം W പ്രസ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ടൈം ലൈനിലോട്ട് ഇൻസർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ ഇൻസർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു, അതിൻ്റെ ആഡിയോയും വീഡിയോയും കൂടെ ഒരുമിച്ചാണ് ഇൻസർട്ട് ആവുന്നത്. നമ്മൾ ഇതിലിപ്പോൾ ഇൻ കേസ് നമുക്ക് ആഡിയോ വേണ്ട, നമുക്ക് വീഡിയോ മാത്രം മതി, അല്ലെങ്കിൽ സ്പെസിഫിക്കലി വീഡിയോ വേണ്ട, നമുക്ക് ആഡിയോ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു കീ ബട്ടണാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് കട്ടും അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഓൺലി ആണെങ്കിൽ വീഡിയോ, ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ ആൾ സെലക്ഷൻ ആയതുകൊണ്ട് Shift 1 പ്രസ് ചെയ്താൽ ആൾ സെലക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് Shift 2 ആണ് പ്രസ് ചെയ്യുമെങ്കിൽ വീഡിയോ ഓൺലി ആയിരിക്കും. നമുക്ക് നോർമലി കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൗസ് വെച്ചിട്ട് ഈ കീ ബട്ടണിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഓൺലി സെലക്ട് ചെയ്തിട്ടേക്കുവാണ്. വീഡിയോ ഓൺലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നോർമലി ഇന്നും ഔട്ടും കൊടുത്ത് W അടിക്കുവാണെങ്കിൽ കണ്ടോ, നേരത്തെ ഞാൻ എടുത്ത ക്ലിപ്പിനകത്ത് ആഡിയോ ഉൾപ്പെടെയാണ് വന്നത്, ഇപ്പോൾ ആഡിയോ വന്നിട്ടില്ല. ഇനി ഞാൻ അതേ ഓപ്ഷൻ തന്നെ ആഡിയോ ഓൺലി ആക്കുന്നു. അപ്പോൾ എന്നിട്ട് വീണ്ടും അതേ W പ്രസ് ചെയ്ത് അത് ഇൻസർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ കണ്ടോ, ആഡിയോ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഏതാണോ വേണ്ടത്, ടൈം ലൈനിലേക്ക് ഏതാണോ ഇൻസർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്ത് ഇൻസർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കീ ബട്ടൺ. അതിപ്പോൾ ആൾ കൊടുത്തിടുവാണെങ്കിൽ വീണ്ടും നമ്മൾ W പ്രസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് തന്നെ അതിൽ ഇൻസർട്ട് ആവും. ഓക്കെ,
അപ്പോൾ ഈ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഇനി ഇത്രയും ക്ലിപ്പുകൾ റിമൂവ് ചെയ്യുന്നു. അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് കാണുന്ന ഈ 3 ഓപ്ഷനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ലിപ്പുകൾ ആദ്യം ഞാൻ ടൈം ലൈനിലോട്ട് ഇൻസർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ മാത്രം ഇൻസർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ക്ലിപ്പിൻ്റെ ഇത്ര പോർഷൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിലിപ്പോൾ ഇന്ന് കൊടുത്തു, ഔട്ട് കൊടുത്തു, അതിൽ W പ്രസ് ചെയ്ത് ഇൻസർട്ട് ചെയ്തു, വീണ്ടും ഇന്നും ഔട്ടും കൊടുത്തു, W പ്രസ് ചെയ്ത് ഇൻസർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തു, ഒരു സ്റ്റോറി ലൈൻ ടൈം ലൈൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് അടുത്ത ഒരു ക്ലിപ്പ് ഇറക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരു പ്രൈമറി എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടാമതൊരു ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഇവിടെ വന്ന് നോക്കി, കണക്ട് ദ സെലക്റ്റഡ് ക്ലിപ്പ് ടു പ്രൈമറി സ്റ്റോറി ലൈൻ. നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, ഇതിൽ ഇന്നും ഔട്ടും കൊടുത്തു. നമ്മൾ ഈ ബട്ടണാണ് പ്രസ് ചെയ്യുന്നത്. അതെവിടെയാണ് വന്നതെന്ന് നോക്കി. നമ്മുടെ നോർമലി നമ്മൾ വരുന്ന W ഇൻസർട്ട് ചെയ്യുവാണെങ്കിൽ വരുന്ന വ്യത്യാസം കാണിച്ചു തരാം. W പ്രസ് ചെയ്യണമെങ്കിൽ കണ്ടോ, നമ്മുടെ അത് പ്രൈമറി സ്റ്റോറി ലൈൻ ടൈം ലൈൻ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് പ്യുവർ ബ്ലാക്ക് ആയിട്ടൊരു ലൈൻ കാണുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രൈമറി സ്റ്റോറി ലൈൻ, അത് പ്രൈമറി എഡിറ്റിംഗ് ലൈൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ W പ്രസ് ചെയ്ത് ഇൻസർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് പോകുന്നത് അതിൻ്റെ പ്രൈമറി സ്റ്റോറി ലൈനിലേക്കായിരിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് കണ്ടോ, ഇവിടെ ആ ക്ലിപ്പുമായിട്ട് കണക്ട് ചെയ്യുവാണ്. കണക്റ്റഡ് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടെ FCPയുടെ ടൈം ലൈനിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഈ 2 ക്ലിപ്പ് തമ്മിൽ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാം. ഇതാണ് ആ ക്ലിപ്പിൻ്റെ കണക്ഷൻ. ഈ നമ്മൾ തൊട്ടടിയിലിരിക്കുന്നത് അതിൻ്റെ സോഴ്സ് ക്ലിപ്പായിട്ടാണ് അത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ അതിനെ എന്ത് ചേഞ്ച് ചെയ്യുമോ ആ ക്ലിപ്പ് അതേപോലെ തന്നെ അത് ഉയരത്തെ ക്ലിപ്പ് കൂടെ വരും. നമ്മളിപ്പോൾ ഇതിപ്പോൾ റൈറ്റിലേക്ക് നീക്കുവാണ്, കണ്ടോ, ഇപ്പോൾ ഇത് ഞാൻ ലെഫ്റ്റിലോട്ട് നീക്കുവാണ്. ആ ക്ലിപ്പ് അതിൻ്റെ താഴെ ഇരിക്കുന്ന പാരന്റ് ക്ലിപ്പ് നമ്മൾ എങ്ങോട്ട് നീക്കുവാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ആ ഉയരത്തെ ക്ലിപ്പും കൂടെ വരും. അത് നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന കണക്റ്റഡ് ക്ലിപ്പ് എന്ന് പറയും. FCPയെ സംബന്ധിച്ച് ഒരു കണക്റ്റഡ് ക്ലിപ്പ് അതിൻ്റെ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് ഈ കണക്ഷൻ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ ക്ലിപ്പിൽ വേണ്ട, എനിക്ക് ഉയരത്തെ ഇരിക്കുന്ന ക്ലിപ്പിൻ്റെ പാരന്റ് ക്ലിപ്പായിട്ട് സെലക്ട് ചെയ്യേണ്ട താഴത്തെ ക്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് ഓപ്ഷൻ പ്രസ് ചെയ്ത് നമ്മൾ എവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുന്നോ അവിടെ കണക്ഷൻ ലിങ്ക് എസ്റ്റാബ്ലിഷ് ആവുന്നതായി കാണാം. ഇപ്പം കണ്ടോ, നേരത്തെ പോലെയല്ല, ഇപ്പം ഈ ക്ലിപ്പുമായിട്ടാണ് ആ ക്ലിപ്പിൻ്റെ കണക്ഷൻ കിട്ടുന്നത്. അതിൻ്റെ പാരന്റ് ക്ലിപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ നമ്മൾ കമാൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ എവിടെയാണോ ഏത് ക്ലിപ്പുമായിട്ടാണോ കണക്ട് ആക്കേണ്ടത്, ഇപ്പോൾ അത് ഇരിക്കുന്നത് ഇവിടെയാണ്, അത് കൊണ്ടുവച്ചിട്ട് ഈ ക്ലിപ്പുമായിട്ട് നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് തൊട്ട് താഴെ വരുന്ന പ്രൈമറി ടൈം ലൈനുമായിട്ടുള്ള ക്ലിപ്പിനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇതിന് ടോട്ടലി ലെങ്ത് ഇത്രത്തോളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ടൈം ലൈനിൽ ഈ ക്ലിപ്പുമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. കമാൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അവിടെ കൊണ്ടുവരിക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് കണക്റ്റഡ് ക്ലിപ്പിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ കണ്ടോ, ഇൻസർട്ട് സെലക്റ്റഡ് ക്ലിപ്പ് ഇൻ പ്രൈമറി സ്റ്റോറി ലൈൻ ഓർ സെലക്റ്റഡ് സ്റ്റോറി ലൈൻ. ഇത് ടൈം ലൈനിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നതിനുള്ള കീ ആണ്. ഇൻസർട്ട് സെലക്റ്റഡ് ക്ലിപ്പ് ഇൻ പ്രൈമറി സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ സെലക്റ്റഡ് സ്റ്റോറി ലൈൻ. നമ്മളിപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ ഇൻസർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ കണ്ടോ, അത് പ്രൈമറി സ്റ്റോറി ലൈനിലാണ് ഇൻസർട്ട് ആയത്. ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് കണക്റ്റഡ് ക്ലിപ്സ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് പ്രൈമറി ആയിട്ടൊരു സ്റ്റോറി ലൈൻ FCPയുടെ ഫസ്റ്റ് നമ്മൾ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രൈമറി സ്റ്റോറി ലൈൻ ഉണ്ടാവും. എന്നാൽ അതിന് തൊട്ട് ഉയരെ നമ്മൾ കണക്ട് ചെയ്യുന്ന ക്ലിപ്പുകൾ ഇൻഡിപെൻഡൻറ്റ് ക്ലിപ്പുകളായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ക്ലിപ്പുകൾ ചേർത്താണോ നമുക്കൊരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ എടുക്കുക, ക്രിയേറ്റ് സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ കമാൻഡ് G. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഈ ബട്ടൺ വെച്ചിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ ഇൻസർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ 2 ഓപ്ഷനുണ്ട്. നമ്മൾ നോർമലി ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാതെ ഇൻസർട്ട് ചെയ്യുവാണെങ്കിൽ പ്രൈമറിയിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. നമ്മൾ W അടിച്ച് എങ്ങനെ ഇൻസർട്ട് ചെയ്യുമ്പോൾ പോകുമോ അതേപോലെ തന്നെയാണ് ഇൻസർട്ട് ആവുന്നത്. ഇനി അതല്ല, നമ്മൾ എനിക്ക് ഈ ടൈം ലൈനിൽ ഈ സ്റ്റോറി ലൈനിലാണ് അത് ഇമ്പോർട്ട് ചെയ്യുമെങ്കിൽ നമ്മൾ ആ സ്റ്റോറി ലൈൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ആ സ്റ്റോറി ലൈനിലേക്ക് നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ലൈനിനെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. സ്റ്റോറി ലൈൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് കണക്റ്റഡ് ക്ലിപ്സ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക, നമുക്കത് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഓപ്ഷൻ കണ്ടോ, അപ്പൻഡ് ദ സെലക്റ്റഡ് ക്ലിപ്പ് ടു ദ പ്രൈമറി സ്റ്റോറി ലൈൻ ഓർ സെലക്റ്റഡ് സ്റ്റോറി ലൈൻ.
നേരത്തെ കണ്ടു നമ്മൾ ടൈം ലൈനിൽ നമ്മുടെ കഴ്സർ എവിടെയാണോ നിന്നത് അവിടെയാണ് ഇതിനകത്ത് ഇൻസർട്ട് ആയത്. കണ്ടോ, ഏത് പോർഷനിലാണ് അത് ഇൻസർട്ട് ആകുന്നതെന്ന് തീരുമാനിച്ചു. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ എവിടെയെങ്കിലും കഴ്സർ നിൽക്കുവാണ്, ഈ സ്റ്റോറി ലൈനിൽ എവിടെയെങ്കിലും കഴ്സർ, ഞാൻ സ്റ്റോറി ലൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രസ് ചെയ്തു. ഞാൻ ഈ കീ പ്രസ് ചെയ്തപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ, നേരത്തെ സംഭവിച്ചെന്ന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി ലൈനിൻ്റെ എൻഡ് ക്ലിപ്പായിട്ടാണ് അത് പ്ലേസ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ 3 ബട്ടണുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഇമേജ് വിഷ്വലി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷനും ഇൻസർട്ടിനുള്ള ഓപ്ഷനുകളാണ്. അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷൻ ഇൻസർട്ടിലെ തന്നെ ആഡിയോ ഉള്ളി ആണോ വീഡിയോ ഉള്ളി ആണോ എന്ന് സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകളാണ്. ഇപ്പോൾ നമ്മളിതൊക്കെ എഡിറ്റിങ്ങിന് നമ്മളിപ്പോൾ ഓരോരോ സെക്ഷനുകളായിട്ടാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ തന്നെ ലൈബ്രറി പാനൽ പറഞ്ഞു, ഇപ്പോൾ ടൈം ലൈൻ ഇൻഡോ പറയും. നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോകുന്ന പലതും ടൂൾസാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരിക്കലും ഇതിന് ഈ ശേഷം ഈ ബാക്കി എല്ലാ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരത്തെ വിട്ടൊരു സംഭവമുണ്ട്. ഇവിടെ ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഈ ടൈം ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉണ്ടോ. ഞാനിപ്പോൾ ഇതിന് മുമ്പായിട്ട് വേറൊരു ആഡിയോ കൂടി ഈ ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്യട്ടെ, നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ആഡിയോ കൂടി പ്ലേസ് ചെയ്തു. അപ്പോൾ ആഡിയോ ഉൾപ്പെടെ ഇൻഡെക്സിനകത്തുണ്ട്. നമ്മളൊരു വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാമറയിലുള്ള ക്ലിപ്പുകൾക്ക് മാത്രം ഒരു കറക്ഷൻ ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ആഡിയോ ഫയൽ നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഫയൽ നെയിമുകളുണ്ടോ, എല്ലാ ക്ലിപ്പിൻ്റെ ഫ്രണ്ടിൽ നെയിമുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ നെയിം വെച്ചിട്ട് പോയി നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ ക്ലിപ്പാണ് സെലക്ട് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ക്ലിപ്പ്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിൽ യൂസ് ചെയ്തേക്കുന്ന നെയിം സീക്വൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന 2S ആണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ 2S എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത ക്യാമറ വേറെ ഏതെങ്കിലും നെയിം, ഇപ്പോൾ KI എന്നോ അല്ലെങ്കിൽ WC എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു നെയിമിലാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ ഡിഫറൻസ് ചെയ്ത് കാണുന്നതിന് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ 2 കമ്പനിയുടെ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ 2 ടൈപ്പ് ഓഫ് കറക്ഷനായിരിക്കും യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ കറക്ഷൻ ഒരുമിച്ച് നമ്മുടെ ഒരു ക്യാമറയിൽ എല്ലാ ഫയലുകളും മാത്രം നമുക്ക് പിക്ക് ചെയ്യാൻ ഇൻഡെക്സ് വളരെ സഹായകരം. ഇപ്പോൾ ഞാനിപ്പോൾ 2S എന്ന് ടൈപ്പ് ചെയ്യണം, കണ്ടോ ബാക്കി ക്ലിപ്പുകളൊക്കെ മാറി. നമ്മൾ ഇതിനകത്തുണ്ടായിരുന്ന ആഡിയോ പോയി, സ്റ്റോറി ലൈൻ പോയി. ഞാനിനി ഇതിനകത്തുള്ള 2Sലുള്ള ഫുൾ ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, എൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത 2Sൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലിപ്പുകൾ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ഏത് ആട്രിബ്യൂട്ട്സ് വേണമെങ്കിലും കോപ്പി ചെയ്യാം. നമുക്കൊരു നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സെലക്ഷൻ വേണമെങ്കിൽ ഒരു കറക്ഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതൊക്കെ നമ്മൾ വരുന്ന സമയങ്ങളിൽ അത് ചെയ്യുന്ന ടൈമിൽ നമ്മളിത് മൊത്തത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്തായാലും നമുക്ക് ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ കാണുന്ന ഇൻഡെക്സ് പോലെ തന്നെയാണ്. അതിനകത്തുള്ള ഫുൾ കണ്ടന്റുകളും ഇൻഡെക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും നമ്മൾ ചെയ്തേക്കുന്ന ആ പ്രോജക്റ്റിനകത്തുള്ള ഏത് ഫയലിനെ വേണമെങ്കിലും നമുക്ക് ഇൻഡെക്സിന് കണ്ടുപിടിക്കാം. ഇനി ഇതല്ലാതെ ടാഗ്, റോൾസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളിവിടെ കാണുന്നു. ഞാനിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ടാഗും കൊടുത്തു വെച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് എല്ലാ ക്ലിപ്പുകളെയും ടാഗ് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഓരോ ക്ലിപ്പിനും ഓരോ റോൾ അസൈൻ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതും കൂടി ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ടാഗിനെയും റോളിനെയും കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിനി എഡിറ്റിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ബാക്കി ഇൻഡെക്സിലെ കാര്യങ്ങളൊക്കെ നോക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിയോ ഫയൽസ് നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം. നമുക്ക് നെയിം സെർച്ച് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം. ഇനി ഇതല്ല, നമ്മളിപ്പോൾ കാണിക്കുന്ന ക്ലിപ്പുകളിൽ നമുക്കിപ്പോൾ വീഡിയോ ഉണ്ട്, ആഡിയോ ഉണ്ട്, സ്റ്റോറി ഉണ്ട്. ഒരു പക്ഷേ ടൈറ്റിൽ, ഇപ്പോൾ ഞാനൊരു ടൈറ്റിലൂടെ ഇൻസർട്ട് ചെയ്തു. ഇപ്പോൾ ടൈറ്റിലൂടെ ഇൻസർട്ട് ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ ബേസിക് ടൈറ്റിൽ നമുക്ക് ഒരുവിധമുള്ള നമ്മുടെ ഈ നമ്മുടെ ടൈം ലൈനിലുള്ള നമ്മൾ ടൈം ലൈനിൽ യൂസ് ചെയ്തേക്കുന്ന പ്രോജക്റ്റിൽ യൂസ് ചെയ്തേക്കുന്ന ഫയലുകളല്ല നമ്മൾ ഈ ടൈം ലൈനിലേക്ക് ഇൻസർട്ട് ചെയ്യും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ബിൻ പാനലിൽ നിന്ന് മൊത്തം ഫയലും ഒരു പക്ഷേ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ടൈം ലൈനിലേക്ക് എടുക്കണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള പോർഷനുകൾ മാത്രമേ നമ്മൾ ട്രിം ചെയ്തെടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ടൈം ലൈനിൽ യൂസ് ചെയ്തിട്ടുള്ള ഫുൾ ഫയലുകളുടെയും ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് വീഡിയോസ് മാത്രം ഡിസ്പ്ലേ ചെയ്താതെങ്കിൽ ഞാൻ വീഡിയോ കൊടുത്തു. അപ്പോൾ കണ്ടോ വീഡിയോ ഫയലുകൾ കാണിക്കുന്നുണ്ട്. സ്റ്റോറി ലൈൻ വീഡിയോ ഉൾക്കൊള്ളുന്നതാണ്, അതുകൊണ്ടാണ് ആ സ്റ്റോറി ലൈൻ കാണിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ആഡിയോ കൊടുത്തു. ഞാൻ ഈ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ഒറ്റ ആഡിയോയേ ഉള്ളൂ, ആ ആഡിയോ കാണിക്കുന്നു.
ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ ഇപ്പോൾ ഒരു ടൈറ്റിലേ ഉള്ളൂ, അപ്പോൾ ആ ടൈറ്റിൽ കാണിക്കുന്നു. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ്, നമ്മൾ നമ്മുടെ ടൈം ലൈനകത്തുള്ള ഫുൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫുൾ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ പോയിന്റ് തന്നെയാണ് ഒരു ഇൻഡെക്സ്. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് ഇതിനകത്ത് ഒരു ലെഫ്റ്റ് ആരോ ഇവിടെ കാണുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്തിനാണ് ഇപ്പോൾ ലെഫ്റ്റ് കൊടുത്തു, കണ്ടോ? അത് പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ലാസ്റ്റ് ഓപ്പൺ ചെയ്ത പ്രോജക്റ്റ്. ഇപ്പോൾ ഞാനിതിൽ രണ്ട് പ്രോജക്റ്റ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി. ഓക്കെ, ഇപ്പോൾ ബാക്ക് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോജക്റ്റിലേക്ക് പോകും. തൊട്ട് മുമ്പ് ഓപ്പൺ ചെയ്ത പ്രോജക്റ്റിലേക്ക് തിരിച്ചു പോകാനും, നമ്മളിപ്പോൾ ഒരു ലൈബ്രറി പാനലിനകത്ത് തന്നെ ഒരുപാട് പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രോജക്റ്റുകളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഈ 3 ക്ലിപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കൊരു കോമ്പൗണ്ട്, നമുക്ക് ഈ ക്ലിപ്പുകളെ കണക്ട് ചെയ്തിട്ട് ഇനി ഒരുപാട് ഓപ്ഷനുകൾ ടൈം ലൈനിൽ പഠിക്കണം. ടൈം ലൈൻ ഒരു വലിയ സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മൾ മാക്സിമം പറഞ്ഞു പോകുന്നു എന്ന് കരുതുന്നു. എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ അതൊരു കോമ്പൗണ്ട് ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ക്ലിപ്പുകൾ സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ G പ്രസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ എടുക്കുക, ഇവിടെ കോമ്പൗണ്ട് ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ G പ്രസ് ചെയ്യുവാണെങ്കിലും നമുക്ക് കോമ്പൗണ്ട് ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ നെയിം ചോദിക്കുന്നുണ്ട്, നെയിം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അതൊരു ഒറ്റ ക്ലിപ്പായി. ഓക്കെ, ഇപ്പോൾ കോമ്പൗണ്ട് ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇനി കോമ്പൗണ്ട് ക്ലിപ്പിനകത്തുള്ള ഏതെങ്കിലും ക്ലിപ്പിൽ ആൾട്ടർ ചെയ്യണമെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വീണ്ടും ഓപ്പൺ ആയി ഒന്നായി കാണാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയ നമ്മളിപ്പോൾ കോമ്പൗണ്ട് ക്ലിപ്പിൻ്റെ ആ ക്ലിപ്പിനകത്തേക്കാണ് നമ്മൾ ഓപ്പൺ ആയി നിൽക്കുന്നത്. വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ പ്രോജക്റ്റിലേക്ക് പോകുന്നതിനും നമ്മൾ ഈ ലെഫ്റ്റ് ഗോ ബാക്ക് ഇൻ ടൈം ലൈൻ ഹിസ്റ്ററി, ടൈം ലൈനിൻ്റെ ഹിസ്റ്ററിയിൽ ബാക്കിലേക്ക് പോകാനായിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ടൈം ലൈനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോമ്പൗണ്ട് ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്തായി ഇവിടെ കാണിക്കുന്ന ഈ ടൈം ഡ്യൂറേഷൻ നിങ്ങൾക്ക് കാണാം. ഈ കാണിക്കുന്നത് ഈ നമ്മുടെ ടൈം ലൈനിൽ നമ്മൾ ടോട്ടലി ഇൻസർട്ട് ചെയ്തേക്കുന്ന ക്ലിപ്പുകളുടെ ടോട്ടൽ ഡ്യൂറേഷനാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഏകദേശം ഇതിൽ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് ഫ്രെയിംസ് ആണ്. നമ്മുടെ പ്രോജക്റ്റ് സെറ്റ് ചെയ്തേക്കുന്ന എത്ര ഫ്രെയിംസിലാണോ, ഇപ്പോൾ നോക്കും 59.94 ആണെന്നുണ്ടെങ്കിൽ 60 ഫ്രെയിം കഴിയുമ്പോഴത്തേക്ക് 1 സെക്കൻഡ്. ഞാനിപ്പോൾ പ്ലേ ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. നമുക്കിവിടെ നോക്കിക്കോളൂ, നമ്മൾ കണ്ടോ ഓരോ 60 കഴിയുമ്പോഴും 1 സെക്കൻഡ് മാറണം. അതായത് 1 സെക്കൻഡിൽ 60 ഫ്രെയിം. അപ്പോൾ ലാസ്റ്റ് കാണുന്ന ഫ്രെയിമാണ്, അതിന് തൊട്ട് മുമ്പ് കാണുന്ന സെക്കൻഡ്, അതിനു മുമ്പ് കാണുന്ന മിനിറ്റ്. ഇനി ഇതിന് മുമ്പിലേക്ക് ഇപ്പോൾ 1 മണിക്കൂറിന് അടുപ്പിച്ച് പ്രോജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ 1 മണിക്കൂർ ഇതിന് മുമ്പായിട്ട് വരുന്നതിന്. ഓക്കെ, അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3 മിനിറ്റ് 25 സെക്കൻഡ് 7 ഫ്രെയിമാണ്. ഓക്കെ, നമുക്കിപ്പോൾ അത് കാണാം. ടോട്ടൽ ഇവിടെ നമ്മുടെ പ്രിവ്യൂ മോണിറ്ററിന് താഴെയും കാണിക്കുന്നുണ്ട്. ടോട്ടലി നമ്മുടെ ലെങ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, ടൈം ലൈനിലുള്ള ഫുൾ ക്ലിപ്പ് 25 7 ഫ്രെയിം. ഇനി നമ്മുടെ ഈ മാഗ്നറ്റിക് ടൈം ലൈൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലർ മറ്റു സോഫ്റ്റ്വെയറിൽ ചെയ്ത് എക്സ്പീരിയൻസ് ആയി വരുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ മാഗ്നറ്റിക് ടൈം ലൈൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ അവർക്ക് ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിൽ നമുക്ക്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കതിനെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ, ഇലാസ്റ്റിക് ടൈം ലൈൻ അല്ലാത്തൊരു ഫോർമാറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഇവിടെ ഈ ടൂൾ ബട്ടൺസ് ഉണ്ടോ, നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇത് സെലക്ഷൻ ബട്ടണാണ്, അതിൻ്റെ ഷോർട്ട് കട്ട് സെലക്ട്, ഈ മൗസ് പോയിൻ്ററാണ് സെലക്റ്റിൻ്റെ സിമ്പല്, ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അത് കഴിഞ്ഞ് ട്രിം, പൊസിഷൻ, റേഞ്ച് സെലക്ഷൻ, ബ്ലേഡ്, സൂം, ഹാൻഡ്, ഇങ്ങനെ ഇത്രയും അതിനകത്ത് തന്നെ ടൂൾസ് ഉണ്ട്. നമുക്ക് ആ ടൂൾസുകളെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും നോക്കണം. ആദ്യം ഇപ്പോൾ സെലക്ട് ടൂളാണ്. സെലക്ട് ടൂളാണെങ്കിൽ നിങ്ങൾ കണ്ടു, നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം. മാഗ്നറ്റിക് ടൈം ലൈൻ ആയതുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള ക്ലിപ്പ് ഓട്ടോമാറ്റിക്കലി വന്ന് തൊട്ട് മുമ്പുള്ള ക്ലിപ്പിലേക്ക് മാറും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ഈ ലാസ്റ്റ് കൊണ്ടുപോകണമെങ്കിൽ അതിന് തൊട്ട് ബാക്കിലിരുന്ന ക്ലിപ്പ് ഓട്ടോമാറ്റിക്കലി ആ ക്ലിപ്പ് ഇരുന്ന പൊസിഷനിലേക്ക് വരും. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആൾട്രേഷൻ നടക്കുവാണെങ്കിൽ, ഓക്കെ, കണക്റ്റഡ് ക്ലിപ്പ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ കണക്ഷൻ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് ഈ കണക്റ്റഡ് ക്ലിപ്പിൻ്റെ കണക്ഷൻ ലിങ്ക് ഉള്ളത്. നമ്മളപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ക്ലിപ്പ് നീക്കുമ്പോൾ കണ്ടോ
ആ കണക്റ്റഡ് ക്ലിപ്പ് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ കണക്റ്റഡ് ക്ലിപ്പിനെ കുറിച്ച് വീണ്ടും കുറച്ചുകൂടി ധാരണയായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ വന്നില്ല. പൊസിഷൻ ടൂൾ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പൊസിഷൻ ടൂൾ നേരത്തെ കണ്ട ആരോയിൽ നിന്നൊരു വ്യത്യാസം ഒന്നാണ്. നേരത്തെ ഒരു ഫുൾ ആരോയാണ്, ഇപ്പോൾ അതിൻ്റെ പോയിന്റിങ് പോർഷൻ മാത്രമേ ഉള്ളൂ, അതിന് ടെയിലില്ല. അതാണ് അതിൻ്റെ പൊസിഷൻ ടൂൾ. ഓക്കെ, പൊസിഷൻ ടൂളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ക്ലിപ്പ് നീങ്ങുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ലൈനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അതിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ അവിടെ കാണിക്കത്തേയില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അതിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ കാണിക്കത്തേയില്ല. ഇപ്പോൾ കണക്റ്റഡ് ക്ലിപ്പ് ആണെങ്കിൽ പോലും നമുക്ക് മാറ്റി പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പോർഷൻ ആ ഒരു ഗ്യാപ്പ് വെച്ച് ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക് നേച്ചർ ഇല്ലാതെ ആവുകയാണ്. ഒരു മാഗ്നറ്റിക് ടൈം ലൈൻ ഇനി പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് നമുക്ക് ക്ലിപ്പുകളെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ട്രിം ടൂളിനെ കുറിച്ച് നോക്കാം. ട്രിം ടി. ഇപ്പോൾ നോക്കും, നമ്മൾ ഈ ടൈം ലൈനിൽ ഈ ഇന്നും ഔട്ടും കൂടെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ എഡിറ്റിങ്ങും കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ആദ്യം വെച്ചിരുന്ന പൊസിഷനിലേക്ക് ഒന്ന് പോകാം. ഞാൻ കൺട്രോൾ Z അടിച്ച് ബാക്കിലേക്ക് പോകുവാണ്. ഓക്കെ, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്ന പോർഷനിൽ ഇതല്ല വേണ്ടത്. ഇവർ കുറച്ചുകൂടി ആൾ വരുന്ന മുമ്പോട്ടുള്ള പോർഷനാണ് വേണ്ടത്. നമ്മൾ ട്രിം ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്ത് പിടിച്ച് റൈറ്റിലോട്ടാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ ക്ലിപ്പിൻ്റെ ഫ്രണ്ടിലേക്കും, ലെഫ്റ്റിലോട്ടാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ ക്ലിപ്പിൻ്റെ ലാസ്റ്റിലേക്കും ആ ക്ലിപ്പ് ആ പോർഷനിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ട പോർഷൻ നമുക്ക് ട്രിം ചെയ്തുകൊണ്ട് വെക്കാൻ സാധിക്കും. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യണം. ഒന്നാമത് അറിയാം, നമുക്കിതൊരു മാഗ്നറ്റിക് ടൈം ലൈനിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇതെടുത്ത് മാറ്റി ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഉടൻ തൊട്ടടുത്ത ക്ലിപ്പുകളൊക്കെ മാറും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബീറ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ ആഡിയോക്ക് അനുസരിച്ച് എഡിറ്റ് ചെയ്ത സാധനമാണെങ്കിൽ അത് മൊത്തം മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ട്രിം ടൂൾ ഒരു ബെറ്റർ ഓപ്ഷനാണ്. നമ്മൾ ആ ക്ലിപ്പിനകത്ത് തന്നെയുള്ള പോർഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സാധിക്കത്തില്ല. ആ ക്ലിപ്പിനകത്തുള്ള പോർഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രിം ചെയ്ത് ഏത് പൊസിഷൻ ആണെങ്കിലും സെലക്ട് ചെയ്ത് വയ്ക്കും. നമ്മൾ ട്രിം ചെയ്യുന്ന പോർഷൻ്റെ സ്റ്റാർട്ടിങ് ട്രിം ചെയ്യുന്നതിൽ ഈ നമ്മുടെ ടൈം ലൈനിലുള്ള ക്ലിപ്പിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇതിൽ ഫസ്റ്റ് മോണിറ്ററിൽ കാണിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ്, അതിൻ്റെ എൻഡ്, ആ ടൈം ലൈനിൽ ഇരിക്കുന്ന ക്ലിപ്പിൻ്റെ എൻഡ് ആണ്. ടൈം ലൈനിലെ എൻഡാണ്. ആ ടോട്ടൽ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ് എൻഡും അല്ല കാണിക്കുന്നത്. നമ്മുടെ ടൈം ലൈനിൽ നമ്മൾ ട്രിം ചെയ്ത് വെച്ചേക്കുന്ന ഇൻ പോയിന്റും ഔട്ട് പോയിന്റുമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. നമുക്ക് പൊസിഷൻ ടൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. റേഞ്ച് സെലക്ഷൻ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുകയാണ്. നോർമലി പറഞ്ഞു നമ്മൾ ഇന്നും ഔട്ടും കൊടുത്ത് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു പോർഷൻ്റെ റേഞ്ചായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഞ്ച് ടൂൾ എടുക്കുക. ആ പ്രോജക്റ്റിൻ്റെ ഇത്ര പോർഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഞ്ച് ടൂൾ വെച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഫുൾ പോർഷൻ ഔട്ട് ഇറക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഒരു കുറച്ച് പോർഷൻ, ഇത്ര പോർഷൻ മാത്രം ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് ഇത്ര പോർഷൻ മാത്രം ഔട്ട്പുട്ട് മതി എന്നുണ്ടെങ്കിൽ ഞാൻ റേഞ്ച് ടൂൾ, ഒന്നുകിൽ നമുക്ക് ഇന്നും ഔട്ടും കൊടുത്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റേഞ്ച് ടൂൾ വെച്ച് സെലക്ട് ചെയ്യാം. ഇനി റേഞ്ച് ടൂൾ വെച്ച് സെലക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഓപ്ഷനുകൾ നോക്കി. ഇപ്പോൾ റേഞ്ച് ടൂളിൽ നമ്മൾ ഇവിടെ ഇന്നും ഔട്ടും സെറ്റ് ചെയ്തു. ഞാൻ അതിനുശേഷം ഡിലീറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇപ്പം എന്താ സംഭവിച്ചത്? നമ്മൾ ആ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം ഡിലീറ്റ് ആവുന്നുണ്ട്, എന്നാൽ അതൊരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നുമില്ല. അപ്പോൾ ഡിലീറ്റ് പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു മാഗ്നറ്റിക് നേച്ചറിൽ ആഡാവണമെന്നില്ല, ഡിലീറ്റ് ആവണമെന്നില്ല. അതേസമയം നമ്മൾ ഇന്നോട്ടും കൊടുത്തതിന് ശേഷം ബാക്ക് സ്പേസ് ആണ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, അതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊസിഷൻ ടൂളിൽ പോവാതെ തന്നെ നമുക്കൊരു ക്ലിപ്പിൻ്റെ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇൻസർട്ട് ചെയ്തതിൽ ഈ പോർഷൻ എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് ഇതിൻ്റെ ഇത്ര പോർഷൻ വേണ്ട, ഇത് ടോട്ടലി ഒഴിവാക്കി കളഞ്ഞ് ആ തൊട്ടടുത്ത ക്ലിപ്പ് മുന്നോട്ട് വന്ന് ഒട്ടിച്ചേരണം. അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് നേച്ചറിൽ അത് എഡിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് ഒട്ടിച്ചേരും. ഇല്ല അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഗ്യാപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി എഡിറ്റിയൊക്കെ ഒന്നും സംഭവിക്കത്തില്ല. അവിടെ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ്, ആ ഗ്യാപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലിപ്പ് കൊണ്ടൊന്ന് ഇൻസർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റേഞ്ച് ടൂളിനെ കുറിച്ച് നോക്കി. ഇനി ബ്ലേഡ് പേര് പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നമുക്ക് എവിടെയാണ് കട്ട് ചെയ്യേണ്ടത്, ബ്ലേഡ് എടുക്കുക, ജസ്റ്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, കട്ട് ചെയ്യുന്ന.
ഇപ്പോൾ ഞാൻ ഏത് ക്ലിപ്പിലാണോ പോയി കട്ട് ചെയ്യുന്നത് ആ ക്ലിപ്പിന് മാത്രമേ ബ്ലേഡ് കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ആ ടൈം ലൈനിലിരിക്കുന്ന താഴോട്ടിരിക്കുന്ന മൊത്തം ക്ലിപ്പുകൾക്കും നമുക്ക് ആ കട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ബ്ലേഡ് ടൂളിൽ തന്നെ രണ്ടാമതൊരു ഓപ്ഷൻ വരുന്നതായി കാണാം. കണ്ടോ അത് 2 ബ്ലേഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലിപ്പ് മാത്രമല്ല അതിന് താഴേക്കിരിക്കുന്ന എല്ലാ ക്ലിപ്പുകളിലും ആ എഡിറ്റിംഗ് പോയിന്റ് കട്ട് ആവുന്നതായി കാണും. ഓക്കെ, അപ്പോൾ ബ്ലേഡ് ടൂള് മനസ്സിലായി. ഇനി സൂം ടൂൾ ടൈം ലൈനിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നോർമലി പ്രസ് ചെയ്യുവാണെങ്കിൽ സൂം ആവും. അത് കഴിഞ്ഞ് നമ്മുടെ ഓപ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് സൂം ഔട്ട് ആവും. ഓക്കെ, അപ്പോൾ സൂം ടൂൾ നോക്കി. ഇനി അടുത്ത ഹാൻഡ് ടൂൾ. നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ടൈം ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഹാൻഡ് ടൂൾ. നമ്മൾ കൈ കൊണ്ടൊരു പേപ്പർ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ബാക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നെങ്കിൽ സൂം ഔട്ട് ചെയ്യാതെ ടൈം ലൈൻ സൂം ഔട്ട് ചെയ്യാതെ ഹാൻഡ് ടൂൾ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ച് നീക്കി മാറ്റിയൊക്കെ വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത കീ ബട്ടണുകളിലേക്ക് പോകാം. ഇത് ഓഡിയോ വീഡിയോ സ്കിമ്മിങ് ഓണാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളത് ഓണാക്കി ഇടുവാണെങ്കിൽ കണ്ടോ നമ്മളത് പ്ലേ ഹെഡ് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വിഷ്വൽ കാണിച്ചു. അത് നമ്മളിത് ഓഫ് ചെയ്തിടുവാണ്. കണ്ടോ നമ്മൾ നോർമലി അങ്ങനൊരു സ്കിം ചെയ്ത് നോക്കാനുള്ളൊരു ടൂളില്ല. നമ്മൾ നോർമൽ പ്ലേ ഹെഡ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ സ്കിം ടൂൾ ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഏത് പോർഷനിൽ വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ നമ്മുടെ മൗസ് പോയിന്റർ നമ്മൾ പോകുന്നതിനനുസരിച്ച് സ്കിം ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ആഡിയോ ഞാനിപ്പോൾ കുറച്ച് വെച്ചേക്കണം. ഓക്കെ, നമ്മൾ സ്കിം ചെയ്യുമ്പോൾ ആഡിയോ പ്ലേ ആവുന്നില്ല, ആഡിയോ കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, ഇനി ആഡിയോ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ സ്കിം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഇതാണ് ആഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ ആഡിയോ സ്കിമ്മിങ് ഓഫ് ചെയ്യുക. വീഡിയോയും വേണ്ടാന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിമ്മിങ് ഓഫ് ചെയ്തു. സ്നാപ്പിങ്ങിലേക്ക് വന്നു. ഓക്കെ, സ്നാപ്പിങ് ഇപ്പോൾ ഇനേബിൾ ചെയ്തിട്ടേക്കണം. സ്നാപ്പിങ് ഇനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ നമ്മൾ ഈ പ്ലേ ഹെഡ് സ്കിമ്മിങ് കൂടെ ആണെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് പോകുന്ന ടൈമിൽ ഇടയ്ക്ക് എവിടെയാണോ കട്ടിങ് ഉള്ളത് അല്ലെങ്കിൽ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങോ എൻഡോ ഉള്ളത് അവിടെ ഒരു ചെറിയ സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ സ്റ്റാർട്ടിങ്ങും എൻഡും കറക്റ്റ് പിടിക്കാനായിട്ട് നമുക്ക് സ്കിം ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പം നോർമലി ഇപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് നോക്കുക. ഇത് കാണുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരിടത്തും ഒരു സ്റ്റോപ്പേജ് ഉണ്ടാകുന്നില്ല, അത് നിൽക്കുന്നില്ല, അത് സ്മൂത്തായിട്ട് അങ്ങ് പ്ലേ ആയി പോവുകയാണ്. നമ്മളതിൻ്റെ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡും ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതേസമയം ഇവിടെ സ്നാപ്പിങ് ഓണാക്കി ഇടുവാണെങ്കിൽ സ്നാപ്പ് ചെയ്യും. ഓരോ പോയിന്റിലും അത് സ്നാപ്പ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ കട്ടിങ് പോയിന്റുകളിലൊക്കെ സ്നാപ്പ് ചെയ്യുന്നുണ്ടോ? ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ് എൻഡ് എഡിറ്റിംഗ് പോയിന്റുകളിലെല്ലാം സ്നാപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കത് എഡിറ്റിംഗ് പോയിന്റുകൾ ഡിറ്റക്ട് ചെയ്യാൻ വളരെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഈ ടൈം ലൈനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ആ വീഡിയോയുടെ ഇത് ടൈം ലൈനിൻ്റെ സ്കെയിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ടൈം ലൈനിൽ കാണിച്ചേക്കുന്ന വീഡിയോയുടെയും ഓഡിയോയുടെയും പ്രിവ്യൂ ആണ്. ഇപ്പോൾ കണ്ടോ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ഹെൽപ്പ് ടെക്സ്റ്റ് ആക്റ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് തന്നെ വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സെലക്ട് എ ക്ലിപ്പ് ഡിസ്പ്ലേ ഓപ്ഷൻ. ഇപ്പോൾ ക്ലിപ്പിന് തബ്നെയിൽ ഉണ്ടാകത്തില്ല, ക്ലിപ്പിന് തബ്നെയിലില്ല. അടുത്ത രണ്ടാമത്തെ ഓപ്ഷനിൽ തബ്നെയിലുണ്ട്. തബ്നെയിൽ വളരെ ചെറുതാണ്. രണ്ടാമത്തെ തബ്നെയിൽ കുറച്ചുകൂടെ വലുതായി, വീണ്ടും തബ്നെയിൽ കുറച്ചുകൂടെ വലുതായി, ലാസ്റ്റ് നല്ല ഫുൾ തബ്നെയിലായി. അത് കഴിഞ്ഞ ശേഷം തബ്നെയിലൊന്നുമില്ല, വളരെ ചെറിയ സ്ട്രിപ്പ് പോലെ ടൈം ലൈൻ കാണിക്കുന്നുള്ളൂ. ടൈം ലൈനിലെ വീഡിയോ പ്രിവ്യൂസ് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയായിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ബെറ്റർ. അപ്പം നമുക്ക് ടൈം ലൈൻ ഒന്ന് സൂം ചെയ്ത് വെക്കുന്ന ടൈമിൽ തന്നെ അതിനകത്തെ കണ്ടന്റുകൾ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ടല്ലോ, ഇതാ നോക്കിയേ, ഇത് കണ്ടോ, ഇതേ ഓപ്ഷൻ നമ്മൾ വേറൊരിടത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പുള്ള നമ്മുടെ ലൈബ്രറി പാനലിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സൂം ചെയ്യുവാണ് ചെയ്യുന്നത്. ആ ക്ലിപ്പ് നമ്മൾ നേരത്തെ കണ്ടു. നേരത്തെ ഇതിനകത്ത് തബ്നെയിലിൻ്റെ സൈസാണ് ചേഞ്ച് ആയത്. എന്നിട്ടും അതിൻ്റെ ടോട്ടൽ ഹൈറ്റിന് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാലിപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ
അപ്പോൾ നമുക്ക് ക്ലിപ്പ് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ സാധിക്കും. എഡിറ്റിങ്ങിൻ്റെ ഔട്ടിലല്ല, നമ്മുടെ ടൈം ലൈനിൽ ക്ലിപ്പ് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ടൈം ലൈൻ സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഇനി ഇതിന് നമ്മുടെ ടൈം ലൈൻ ഡിസ്പ്ലേയുടെ ഓപ്ഷൻസ് ആണ്. ആംഗിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആംഗിൾസ് കാണിക്കും. ഇപ്പോൾ ഇതിനകത്ത് ക്ലിപ്പ് നെയിംസ് കാണിക്കുന്നു. ക്ലിപ്പ് നെയിംസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ക്ലിപ്പ് റോൾസ്, ലൈൻ ഹെഡേഴ്സ്, നമ്മളിതെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിലങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വരുന്ന എഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന ടൈമിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇതിൻ്റെ എഫക്റ്റ് പാനലുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ട്രാൻസിഷൻ പാനലുണ്ട്. എഫക്റ്റിനെയും ട്രാൻസിഷനിലും പാനലിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ടൈം ലൈനിനെ കുറിച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ടൈം ലൈനിനെ സംബന്ധിച്ച് നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ടൈം ലൈനിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ W യൂസ് ചെയ്തു. അതല്ല, ഇൻസർട്ട് ചെയ്യുന്ന ടൈം ലൈൻ സ്റ്റോറി ലൈനിൽ ഏത് പോർഷനാണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ 3 കീ ബട്ടണുകൾ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീഡിയോ ആണോ ഓഡിയോ ആണോ ഇൻസർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് നമ്മൾ ഇവിടെ ഈ കീയിൽ അത് സെലക്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും നോക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലിപ്പ് റീപ്ലേസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഗ്യാപ്പിൽ നമുക്കൊരു ക്ലിപ്പ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇപ്പോൾ ഞാൻ ഇന്നും ഔട്ടും കൊടുത്തു. ഞാൻ ഡ്രാഗ് ചെയ്ത് അതിന് മണ്ടയിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ അവിടെ കുറച്ച് ഓപ്ഷനുകൾ വരും. കണ്ടോ? റീപ്ലേസ് ഫ്രം സ്റ്റാർട്ട്, റീപ്ലേസ് ഫ്രം എൻഡ്, റീപ്ലേസ് വിത്ത് റീടൈം ടു ഫിറ്റ്. റീപ്ലേസ് കൊടുക്കുവാണെങ്കിൽ കണ്ടോ, ഞാൻ അവിടെ ഇന്നും ഔട്ടും കൊടുത്ത എത്ര പോർഷനുണ്ടോ അത്രയും പോർഷനും വന്ന് ഇവിടെ റീപ്ലേസ് ആയി. പക്ഷേ എൻ്റെ ടോട്ടൽ എഡിറ്റിനെ അത് ബാധിച്ചിട്ടുണ്ട്. ബാക്കി ടൈം ലൈനിലെല്ലാം അതുപോലെ തന്നെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത്, എനിക്ക് ഇത്ര സ്ഥലം മാത്രം ഇൻസർട്ട് ആയാൽ മതി, അതെൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടാണ് തീരുമാനിക്കേണ്ടത് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ലൈൻ കുറച്ചൊരു സ്കെയിൽ ചെയ്ത് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് വീണ്ടും. റീപ്ലേസ് ഫ്രം സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഇൻ പോയിന്റ് കൊടുത്ത എന്താണോ ആ ഇൻ പോയിന്റ് തൊട്ട് ഏതുവരെ ആ ടൈം ലൈനിൽ നമുക്കുണ്ടായിരുന്ന ഗ്യാപ്പിൽ ഏതുവരെ ഇൻസർട്ട് ചെയ്യാൻ പറ്റുമോ അതുവരെ ഇൻസർട്ട് ചെയ്തു. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ നോക്കി നമ്മളിവിടെ കൊണ്ടുവന്നു ഫ്രം എൻഡ് കൊടുത്തു. അപ്പോഴാണെങ്കിൽ ഇതാ ഈ കാണുന്നുണ്ട് ഈ എൻഡ് പോർഷന് മുമ്പോട്ട് എത്ര ഗ്യാപ്പ്, എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നോ, എത്ര സെക്കൻഡ് ഉണ്ടായിരുന്നോ ആ സെക്കൻഡിനുള്ള പോർഷൻ മാത്രം അവിടെ ഇൻസർട്ടായി. ഇനി ഇതൊന്നുമല്ല, അടുത്ത ഓപ്ഷൻ നോക്കാം. വിത്ത് റീടൈം ടു ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു ചെറിയ ഗ്യാപ്പാണ്. എന്നാലും ഞാനിവിടെ ഇൻസർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ ഞാൻ കുറച്ചുകൂടെ വലുതാക്കി. ഇത് കൊണ്ടുവന്ന് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉയരം വയ്ക്കുമ്പോൾ തന്നെ കണ്ടു, ഇത് നോർമലി ഇതിനകത്ത് ഫിറ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് റീടൈം ടു ഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കുറച്ച് ഫാസ്റ്റ് ആക്കും. ക്ലിപ്പ് ഫാസ്റ്റ് ആക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ഞാൻ അത് കാണിക്കാം. നമ്മൾ ക്ലിപ്പ് സ്ലോ ചെയ്യുന്നതിന് Ctrl+R ആണ് ഷോർട്ട് കട്ട്. ഓക്കെ, 6 നമ്മൾ ഇതിനെ എല്ലാം നമ്മുടെ ബിഗിനർ ട്യൂട്ടോറിയൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ട്യൂട്ടോറിയൽ കാണുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ ബാക്കി ഫൈനൽ കട്ട് പ്രോയുടെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എപ്പിസോഡിലൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടുവരിക. അത് കാണുമ്പോഴത്തേക്ക്, കാരണം എല്ലാ സമയത്തും നമുക്ക് എല്ലാ പഴയ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇത് റൈറ്റിലേക്ക് വലിക്കും തോറും ഇത് സ്ലോ ആവും, ലെഫ്റ്റിലേക്ക് വലിക്കുമ്പോഴത്തേക്ക് അത് ഫാസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും ഫാസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ക്ലിപ്പ്, ഇത്രയും ലെങ്തുള്ള ക്ലിപ്പ് അതിനകത്ത് ഇൻസർട്ട് ആവാൻ വേണ്ടിയിട്ട് റീടൈം ചെയ്യുമ്പോൾ അത് റീടൈം ടു ഫിറ്റ് ആ പോർഷനിൽ ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് അത്രത്തോളം സൈസിലാവണമെങ്കിൽ അത് ഫാസ്റ്റ് ആക്കണം. ഇനി നമ്മൾ അടുത്ത മറ്റൊരു ഓപ്ഷൻ നോക്കുന്നു. ഇതിൻ്റെ കുറച്ച് പോർഷൻ ഞാൻ എടുക്കുന്നുള്ളൂ. സോറി, ഇന്നും ഔട്ടും കൊടുത്തു, ഞാൻ എടുത്തു. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ പിന്നെയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു ക്ലിപ്പ് കൊണ്ടൊന്ന് ഇവിടെ ചെയ്യുവാണെങ്കിൽ, റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നോക്കുക, റീടൈം ടു ഫിറ്റ് കൊടുക്കണം. എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് സ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പഠിച്ചു. ഇനി റീപ്ലേസ് ചെയ്യുന്നത് എഡിറ്റിൽ പോയിട്ട് റീപ്ലേസിന് അപ്പൻഡ് ടു സ്റ്റോറി ലൈൻ ആണെങ്കിൽ ഈ കൊടുക്കുവാണെങ്കിൽ സ്റ്റോറി ലൈനിൻ്റെ എൻഡിൽ വന്നു, ഓവർ റൈറ്റ് D വന്നു. ഓക്കെ, റീപ്ലേസ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, റീടൈം ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ടൈം ലൈനിലെ അത്യാവശ്യ ഫീച്ചേഴ്സ് എല്ലാം പഠിച്ചു. ടൈം ലൈൻ സ്കെയിൽ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ടൈം ലൈനിൽ ഇനി നമുക്ക് എഡിറ്റിംഗ് ആണ് പഠിക്കേണ്ടത്. എഡിറ്റിംഗ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സീക്വൻസ് ആയിട്ടൊരു വർക്ക് ഫുള്ളായിട്ട് ചെയ്യുന്ന എഡിറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം
നമ്മളിപ്പോൾ ലൈബ്രറി പാനൽ കഴിഞ്ഞു, ഇപ്പോൾ ടൈം ലൈൻ കഴിഞ്ഞു, ഇനി എഫക്റ്റ് ട്രാൻസിഷൻ വിൻഡോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ വിൻഡോ ഉണ്ട്, പിന്നെ കുറച്ച് മോണിറ്റർ സെറ്റിങ്സ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റ് ടോട്ടലായിട്ടുള്ള എഡിറ്റിങ്ങിൻ്റെ ഒറ്റ എപ്പിസോഡിലേക്ക് പോകാം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ പോകാം. നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു പുത്തൻ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.